അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കൃപാസനത്തിൽ നടന്ന റാലിയുടെ ലക്ഷക്കണക്കിന് ജപമാല പ്രാർത്ഥനയുടെ ശക്തിയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ഓർത്ത് വേദനിക്കുന്നവരെ, കേസിലകപ്പെട്ടിരിക്കുന്നവർ, വിസ പുതുക്കാനുള്ളവർ, ജോലിയില്ലാത്തവർ, സാമ്പത്തിക കടങ്ങൾ മാറാത്തവർ, എല്ലാ മേഖലകളിലും തടസ്സമുള്ള മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സാക്ഷ്യം പറയാനുള്ള അനുഭവം കിട്ടാൻ വേണ്ടി ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേലും കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ, നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേലെ
ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ ഈശ്വരനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. മക്കൾ, നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം ഒരു പ്രത്യേക ചാപ്റ്റർ കോളേജ് ചെയ്യണം, കവർ ചെയ്യണം അല്ലേ. അപ്പം അതായത് ഒരു സെക്കൻഡ് ഓപ്ഷൻ ദൈവം അതർ ഓപ്ഷൻ ആകരുതെന്നുള്ള രീതിയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലേ നീതു എന്നും പറഞ്ഞൊരു മോള് നോൺ ബാപ്റ്റിസ്റ്റാണ്. നോൺ ക്രിസ്ത്യൻ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്താ കാര്യം വെച്ചാൽ ഒത്തിരിയേറെ നോൺ ബാപ്റ്റിസ്റ്റ് ആയിട്ടുള്ള മക്കൾ അവർ പള്ളിയിൽ വന്ന് ന്യായസ്ഥാനം സ്വീകരിച്ചിട്ടില്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ നല്ല ചൈതന്യമുള്ള വിശ്വാസികളെപ്പോലെ ജീവിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. അവരൊക്കെ കർത്താവ് ഒരിക്കലും കൈവിടത്തില്ലെന്ന് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം ഒരു നീതു എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞേ. അപ്പോൾ അവൾ പറയുമ്പോൾ അവൾ ഈ പത്രം കൊടുക്കുകയാണ്, പ്രാർത്ഥിച്ച് ഉടമ്പടി പ്രകാരം പത്രം ആൾക്കാരെ കൊടുക്കുക. അപ്പോൾ അവൾ കൂട്ടുകാരത്തി പറയുവേ, ഇടി നീ 10 കിലോമീറ്റർ നടക്കണം, നാണമുണ്ട് അതിനൊക്കെ, നീ പഠിക്കേണ്ടതല്ലേ ചെയ്യേണ്ടത്. അപ്പം നീതി പറയവേ, കർത്താവിൻ്റെ ജോലിയാണ് ഞാൻ ചെയ്യണത്. അപ്പം കർത്താവ് എൻ്റെ ജോലി ചെയ്യും. അതാണ് അവളുടെ ഒരു ബോധ്യം എന്ന് പറയണത്. അപ്പോഴത് ആ ബോധ്യം സത്യസന്ധമായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ആ PSCക്ക് അവൾക്ക് 1ാം റാങ്ക് കിട്ടിയത്. അപ്പം അത് അവർക്ക് ബോധ്യമുണ്ട് ആ സംഭവം. ഇത് എന്താ കുഴപ്പമെന്നറിയാമോ, നമ്മൾക്ക് ഇങ്ങനെ ബോധ്യം ഇല്ലെങ്കിൽ താൻ പാതി ദൈവം പാതി എന്നൊക്കെ പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ഈ ദൈവം എന്നുള്ള സംഭവം ഫെയ്ഡ് ഔട്ടായിട്ട് പോകും. അതാണ് എൻ്റെ കുഴപ്പം. എന്നിട്ട് നിങ്ങൾ നാളെ ജയിക്കുകവരും ചെയ്യണമെങ്കിൽ ആദ്യം ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, ഞാൻ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് പ്രവർത്തനം ചെയ്തായിരുന്നു, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് കൃപാസനത്തിൽ വന്ന് ചില സാക്ഷിയൊക്കെ പറയത്തില്ലേ. ഇപ്പം ഞാൻ ചിരിക്കത്തൊന്നുമില്ല, ഞാൻ നോക്കത്തുമില്ല. അത് എന്ന് വെച്ചാൽ എനിക്ക് അറിയാം കുറച്ച് കഴിയുമ്പോൾ ഇവർ വൃത്തിയും വിനയും ഇല്ലാത്തവരാണ്, ആധ്യാത്മികമായിട്ട് കൃത്യതയില്ലാത്ത ആൾക്കാരാണെങ്കിൽ, അതാ ഉദ്ദേശം ഞാൻ പറഞ്ഞത്, ആധ്യാത്മികമായി കറക്റ്റല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ ഇവരുടെ കള ഇവരിലും തന്നെ രൂപപ്പെട്ടു വരും. ബൈബിളിൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ വന്നു പ്രഭു നമ്മൾ വിതച്ചത് നല്ല വിത്തല്ലേ, കള എങ്ങനെ രൂപപ്പെട്ടു, അത് ശത്രു ചെയ്ത പണിയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ശത്രു തന്നെത്താൻ പറയും, എന്താ പറയുക, അതിപ്പോൾ ഞാൻ പഠിച്ചത് കൊണ്ടാണ്, പ്രാർത്ഥിച്ചതല്ല, എനിക്കെല്ലാത്തിനും പണ്ടേ മാർക്കുള്ള ആളാണ്, ഞാൻ ബുദ്ധിപരമായിട്ട് എൻ്റെ ക്ലാസ്സിൽ ഫസ്റ്റായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ സാധനമൊക്കെ ഒരു 6 മാസം കഴിയുമ്പോൾ പതുക്കെ താൻ പാതി ദൈവം പാതി എന്നുള്ള കാര്യം മാറിയിട്ട് തന്നിലേക്ക് തന്നെ ആ മഹത്വം വരും, തൻ്റെ ക്രെഡിറ്റായിട്ട് വരും. അതാണ് ഇതിൻ്റെ ഒരു അപകടം എന്ന് പറയുന്നത്. ആദ്യം വരത്തില്ല, ഒരു 6 മാസം കഴിയുമ്പോഴാണ് ഇത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഒരു രീതി, ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് സ്വയമായിട്ട് നമ്മൾ ഏറ്റെടുത്ത് നമ്മളൊരു അതർ ഗോഡായിട്ട് മാറും. അത് ശ്രദ്ധിക്കണം. ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ഇതൊക്കെ അച്ഛൻ പറഞ്ഞൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാണ് നിങ്ങൾ ആധ്യാത്മിക ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിലല്ല, ദൈവം നിങ്ങളെ ഒരിക്കലും വിട്ടുപോകത്തില്ല. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ.
എൻ്റെ പേര് സൈജു മോൻ. പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും എന്നെ ഇവിടെ സാക്ഷ്യം പറയാൻ നിർത്തിയതിന് ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, എനിക്ക് വളരെ കൊല്ലങ്ങളായിട്ട് 7 വർഷത്തിൽ കൂടുതലായിട്ട് എനിക്ക് നടുവേദനയും സ്പോണ്ടിലോസും ഉണ്ടായിരുന്നു. അതുപോലെ ഒരു 20 കൊല്ലത്തിന് മേളിലായിട്ട് എനിക്ക് കാലിൻ്റെ അടിയിലൊരു ചൊറിച്ചിലുണ്ടായിരുന്നു. അത് ഒരു ചെറിയ സ്പോട്ട് മാത്രമേ ഉള്ളൂ, പക്ഷേ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്നറിയില്ല. അത് വന്നു കഴിഞ്ഞാൽ എനിക്ക് സോക്സ് ഇടുവാനോ ഷൂ ഇടുവാനോ ഒന്നും സാധിക്കത്തില്ലായിരുന്നു. അപ്പോൾ എൻ്റെ കാല് ഭയങ്കരമായിട്ട് ചൊറിഞ്ഞ് പൊട്ടും. അപ്പോൾ പൊട്ടിക്കഴിഞ്ഞ് നീട്ടിലായി കഴിഞ്ഞാൽ പിന്നെ ഞാനങ്ങ് കുറച്ച് 2-3 ദിവസത്തേക്ക് കുഴപ്പമില്ല, വീണ്ടും അത് വരും. അപ്പോൾ ഞാനത് മൂലം വളരെയധികം ബുദ്ധിമുട്ടി. ഞാൻ ഉസ്ബെക്കിസ്ഥാനാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2020 ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് ഞാൻ തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. എനിക്ക് കമ്പനിയിൽ കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിന് നിമിത്തം ഞാൻ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് തിരിച്ചു പോന്നു. 2020 കൊറോണയുടെ കാലത്തായിരുന്നു തിരിച്ചു വന്നത്. അപ്പോൾ നടുവേദന ഉള്ളതുകൊണ്ട് വന്നതിന് ശേഷം എനിക്ക് സ്ഥലമുണ്ട്. അപ്പം ഏലകൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ടൂൾ സെൻറ്ററിൽ ജോലിയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും കൊണ്ടാണ് അതിൻ്റെ അകത്ത് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഏലകൃഷി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അതിൻ്റെ അകത്ത് എന്തെങ്കിലും കഷ്ടപ്പാടുണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതലും പണികളെല്ലാം ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് നടുവേദന ഉള്ള കാരണം എനിക്ക് കൂടുതലായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ കൂട്ടത്തിൽ ടെന്നീസ് എൽബോയുടെ വന്നു. അപ്പം ഒട്ടും ചെയ്യാൻ മേലാത്ത അവസ്ഥ വന്നു. ഞാൻ കുറേ വൈദ്യന്മാരെയും ഡോക്ടർമാരെയും കണ്ടു, പക്ഷേ എനിക്ക് നടുവേദന മാറുന്നുണ്ടായിരുന്നില്ല. ഉസ്ബെക്കിസ്ഥാനിൽ വെച്ച് തന്നെ എനിക്ക് നടുവേദന വന്നിട്ട് ഞാനങ്ങ് കൂനിപ്പോവായിരുന്നു. അപ്പം എനിക്ക് അവിടുന്ന് ഒരു 6 ദിവസത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു, എന്നിട്ടൊന്നും കുറവ് വന്നില്ല. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന് നിർത്തി പോരേണ്ട അവസ്ഥയായിരുന്നു. കമ്പനിയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നിർത്തി പോരുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഒരു വൈദ്യൻ്റെക്ക് തിരുമിക്കാനായിട്ട് പോയി. അപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ പുള്ളി എന്നോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പക്ഷേ ഞാനെല്ലാം കേട്ടു എന്നല്ലാതെ എനിക്കതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഗവനിക്കാനായിട്ട് പോയില്ല. ഒരു ദിവസം ഞാൻ വൈകുന്നേരം യൂട്യൂബിൽ, സാധാരണ നമ്മൾ യൂട്യൂബിൽ സ്ക്രോൾ ചെയ്ത് പോകുന്ന പോലെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു സാക്ഷ്യം കയറി വന്നു. അപ്പോൾ ഞാനത് കേട്ടു കഴിഞ്ഞപ്പം പിന്നെ ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുവാനായി തുടങ്ങി. അപ്പോൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, ഞാൻ എങ്ങോട്ട് നോക്കുമ്പോഴും മാതാവിനെ കാണാൻ പറ്റുന്നത്, ഇതെന്നാ ഇങ്ങനെ, എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നിങ്ങളെ മാതാവ് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കൃപാസനത്തിൽ പോവാം. അപ്പോൾ വരാൻ തീരുമാനിച്ച് അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല. ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്ത് ഞാനിവിടുന്ന് പോയി. ഒരു 6-7 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, എൻ്റെ കാലിൻ്റെ അടിയിൽ ഒരു ചൊറിച്ചിലുണ്ടായിരുന്നല്ലോ, അതെന്തുകൊണ്ടാണ് ഇപ്പോൾ ഇല്ലാത്തേ. അപ്പോൾ എനിക്കത് പൂർണ്ണമായിട്ടും മാറി. അന്ന് തൊട്ട് ആ ചൊറിച്ചിൽ വന്നിട്ടേ ഇല്ല. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ എനിക്ക് ജോലിയായി. എന്നെ പഴയ കമ്പനിയിലേക്ക്, ഉസ്ബെക്കിസ്ഥാനിലേക്ക് അവിടെ നിന്ന് കമ്പനിയിലേക്ക് തിരിച്ചു വിളിച്ചു, പ്രൊമോഷനോടെ തിരിച്ചു വിളിച്ചു. ഞാൻ അവിടേക്ക് കടന്നു പോവുകയുണ്ടായി. അവിടെ ചെന്നപ്പോൾ ആദ്യത്തെ ഉടമ്പടി എനിക്ക് കൃത്യമായിട്ട് പാലിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല. ഞാൻ പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തു എന്നല്ലാതെ അത്ര ആത്മാർത്ഥമായിട്ടൊന്നുമല്ല ചെയ്തത്. എന്നാലും വീടുകളിലൂടെ കൊണ്ടു നടന്നത്, ഞങ്ങളുടെ ഇടവക വീടുകളിലാണ് കൊണ്ടു നടന്ന് കൊടുത്തതൊക്കെ. അപ്പം അല്ലാതെ ബാക്കിയുള്ള ആൾക്കാരുടെ ഒരിക്കലൊന്നും പോവുകയോ കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല ഞാൻ. അങ്ങനെ ഞാൻ ഉസ്ബെക്കിസ്ഥാനിലേക്ക് കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ വീണ്ടും എൻ്റെ കൂട്ടുകെട്ടുകളും, ഞാനവിടെ നല്ലപോലെ മദ്യപിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ പഴയ കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അവരെന്നെ ഡിസംബർ ആയപ്പോഴത്തേക്ക് ക്രിസ്മസ് അല്ലേ, നമുക്കൊന്ന് കൂടാം എന്നൊക്കെ പറഞ്ഞ് അവരെന്നെ വിളിച്ചു. ഞാനൊരു പെഗ് കഴിച്ചിട്ടുണ്ടാവും ആദ്യത്തെ ദിവസം. രണ്ടാമത്തെ ദിവസം അത്രയും കഴിച്ചിട്ടുള്ളൂ, കൂടുതലൊന്നും കഴിച്ചില്ല. പക്ഷേ മാതാവ് പണി തരുമെന്ന് പറഞ്ഞ കറക്റ്റാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിൻ്റെ അടിയിലെ ചൊറിച്ചിൽ പഴയതുപോലെ തിരിച്ചു വന്നു. എനിക്ക് ഷൂ ഇടാൻ പറ്റത്തില്ല, കാലിൽ ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ. ഞാൻ അന്നേരത്തെ എൻ്റെ തെറ്റ് മനസ്സിലാക്കി. എനിക്ക് പരിശുദ്ധ അമ്മ തന്ന കൃപയാണ് ഇതെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി. ഞാൻ അന്ന് വൈകുന്നേരം അമ്മയുടെ മുമ്പിൽ നിലവിളിക്കുകയാണ് ചെയ്തത്. നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അമ്മയോട് പറഞ്ഞു, എൻ്റെ തെറ്റുകൾ എന്നോട് പൊറുക്കണമേ. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിൻ്റെ അടിയിലെ ചൊറിച്ചിൽ എനിക്ക് പൂർണ്ണമായിട്ടും മാറി. പിന്നെ ഇന്ന് വരെ അതെനിക്ക് വന്നിട്ടില്ല. ഞാനിപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ ചെന്നിട്ട് 1 വർഷവും 2 മാസമായി. ഇതിനിടയ്ക്ക് ഡിസംബർ മാസത്തിൽ ഞാൻ നിർത്തിയ കള്ളുകൂടി ഇന്ന് വരെ തുടങ്ങിയിട്ടില്ല. വേറെ
പിന്നെ അവിടെ എനിക്ക് മാതാവ് ചെയ്തു തന്ന അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു കമ്പനി ആകുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ അതിൽ നിന്നെല്ലാം എന്നെ വളരെയധികം മാതാവ് കരുണയോടെ കാത്തു. മാതാവ് എന്നെ പരിരക്ഷിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളും ഈശോ എനിക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. ഒരു ചെറിയ തെറ്റ് പോലും എന്നിൽ നിന്ന് വന്നാൽ ഈശോ എന്നോട് പറയും, നീ ചെയ്തത് തെറ്റാണ്. എനിക്ക് കുമ്പസാരിക്കാൻ, എനിക്ക് ലാംഗ്വേജ് അറിയില്ല, ഇംഗ്ലീഷ് നല്ലപോലെ എനിക്ക് അറിയില്ല. ഞങ്ങളവിടെ സംസാരിക്കുന്നത് റഷ്യനാണ്, പിന്നെ അത്യാവശ്യം ഉസ്ബക്കുണ്ട്. അപ്പം ഈ 3 ലാംഗ്വേജുകളാണ് അവിടെ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഹിന്ദിയുണ്ട്. ഞങ്ങളുടെ കമ്പനി ഒരു ഇന്ത്യൻസ് നടത്തുന്ന കമ്പനി. അപ്പോൾ അവിടെ എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലാത്ത ഒരു പോരായ്മയാണെന്നുള്ളത് എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല. കാരണം എന്നെ മാതാവ് അതുപോലെ കാത്തു പരീക്ഷിക്കുന്നുണ്ട്. കാരണം ജോസഫ് അച്ഛൻ എപ്പോഴും പറയും, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് എന്നെ നയിച്ചു കൊണ്ടുപോകുന്നത്. ഞാനിന്ന് ആ കമ്പനിയുടെ ഡയറക്ടറാണ്. എനിക്ക് തന്നെ അറിയില്ല ഞാൻ അവിടെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന്. ഈശോയാണ് എന്നെ വഴി നടത്തുന്നത്. ഈശോയാണ് എന്നെ ഇതുവരെയും കൈപിടിച്ച് നടത്തുന്നത്. ഇനിയും ഞാൻ എൻ്റെ ഈശോടൊപ്പം തന്നെ നിൽക്കും. അതുപോലെ എൻ്റെ സ്വഭാവത്തിൽ വന്ന വ്യത്യാസങ്ങൾ, ആത്മീയ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസം എനിക്കുണ്ടായി. ഞാൻ കൊന്ത ചെല്ലുക എന്ന് പറഞ്ഞാൽ ഒന്ന് ഓടിച്ചു പോകും, അത്രയേ ഉള്ളൂ. പക്ഷേ പിന്നെ ഞാൻ ഒരു മുഴുവൻ കൊന്ത ചൊല്ലാൻ തുടങ്ങി. രാവിലെ ചൊല്ലും, വൈകുന്നേരം ഒരു മണിക്കൂറോളം പ്രാർത്ഥിക്കും. പിന്നെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണും. പിന്നെ നടുവേദന വരുമ്പോഴാണെങ്കിലും ഞാൻ എപ്പോഴും തൈലവും ഉപ്പും കഴിക്കുമായിരുന്നു എപ്പോഴും. അപ്പം നടുവേദന അവിടെ വെച്ച്, അതെനിക്ക് പറയാൻ വിട്ടുപോയി, നടുവേദന അവിടെ വെച്ച് വന്നു ഒരു പ്രാവശ്യം. അപ്പം നടുവേദന വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് നടുവേദന കുറച്ചൊക്കെ മാറിയായിരുന്നു. അപ്പം നടുവേദന മാറണമെന്നും ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പം നടുവേദന വന്നപ്പോൾ അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഈ മരുന്ന് കഴിക്കണം എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം എനിക്ക് വൈഫ് ഇടയ്ക്കൊന്ന് വന്നായിരുന്നു അവിടെ. വന്നപ്പോൾ ഞാൻ അവളോട് പറഞ്ഞിട്ട് എനിക്ക് ഗുളികയും മരുന്നുകളെല്ലാം കൊണ്ടു തന്നായിരുന്നു. അപ്പോൾ ഞാനത് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ വേദന വരുമ്പോൾ ഞാൻ പെട്ടെന്ന് മരുന്നിനെ ആശ്രയിക്കാൻ നോക്കുന്നത്. ഞാൻ തൈലം ഉപയോഗിക്കും, ഉപ്പും ഉപയോഗിക്കും. തൈലം ഉപയോഗിക്കും, ഉപ്പ് ഉപയോഗിക്കുമ്പോൾ എനിക്ക് വേദന പരിപൂർണമായിട്ടും മാറും. പക്ഷേ എൻ്റെ മനസ്സിൽ ഇത് തിങ്കിങ് കിടക്കുന്നതുകൊണ്ട് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് എനിക്ക് പിന്നെ നടുവേദനയാണ്. അങ്ങനെ ആയപ്പോൾ ഒരു ദിവസം വൈകുന്നേരം ഞാൻ ഗുളിക കഴിക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ എന്നോട് പറയുന്ന പോലെ എനിക്ക് തോന്നി, നീ ഗുളിക കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമോ. അപ്പോൾ എനിക്കതുകൊണ്ട് കഴിക്കാൻ വലിയ താല്പര്യമില്ല. അപ്പോൾ അന്നത്തെ ദിവസം ഞാനത് കഴിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ കഴിച്ചു. പിറ്റേ ദിവസം ഈ ക്ഷീണം കാരണം പിറ്റേ ദിവസം അത് വേണ്ടാന്ന് വിചാരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു, ഇന്നുകൂടെ കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഒരു ദിവസം കൂടെ കഴിച്ചു. അന്ന് കഴിച്ചതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പം എനിക്ക് എൻ്റെ ഈ നടുവിൻ്റെ പുറകു ഭാഗത്തുനിന്ന് ഒരു വേദന ഇങ്ങനെ ഈ സൈഡിലേക്കൂടെ വന്ന് ഇങ്ങനെ കടന്നു പോകുന്ന പോലെ എനിക്ക് തോന്നി. അന്നതിന് ശേഷം ഇന്ന് വരെ ആ നടുവേദന വന്നിട്ടില്ല എനിക്ക്. ഞാൻ ആ ഗുളിക കഴിച്ചിട്ടുമില്ല. മൊത്തം ഗുളികയും അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ തൊട്ടുപോലും നോക്കിയിട്ടില്ല. പിന്നെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ഭയങ്കര ദേഷ്യമുള്ളൊരു വ്യക്തിയായിരുന്നു. പെട്ടെന്ന് ദേഷ്യപ്പെടും. ആരെങ്കിലും എന്തെങ്കിലും ചെറുതായിട്ടൊരു കാര്യം പറഞ്ഞാൽ ആ സെക്കൻഡ് ഞാൻ ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. കമ്പനിയിലാണെങ്കിലും സുഹൃത്തുക്കളോടാണെങ്കിലും വീട്ടിലാണെങ്കിലും വൈഫിനോടാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കറിയില്ല എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന്. എന്നെ ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി ചീത്ത വിളിച്ചാൽ പോലും എനിക്ക് അയാളോടൊന്നും പറയാനായിട്ട് തോന്നുകയില്ല. ഞാൻ അയാളെ എന്തെങ്കിലും പറഞ്ഞ് രമ്യതപ്പെടുത്താനാണ് നോക്കാറുള്ളത്. അത്രയും വ്യത്യാസം എൻ്റെ ജീവിതത്തിൽ എനിക്ക് കടന്നു വന്നു. പിന്നെ പ്രാർത്ഥന ഒരു ദിവസം രാവിലെ ഈ ഒരു മാസം മുമ്പാണ്, ഒരു 3-3:30 സമയത്ത് ഞാൻ മാതാവിനെ സ്വപ്നം കണ്ടു. അത് ഞാനൊരു പിക്ചറായിട്ടാണ് കണ്ടേ. പക്ഷേ ആ പിക്ചറിൽ മാതാവ് ജീവനോടെ ഉള്ളതുപോലെ എനിക്ക് പിന്നെ കാണാൻ സാധിച്ചു. അപ്പം ഞാൻ എഴുന്നേറ്റു. 3:30 ആയപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ടോയ്ലറ്റൊക്കെ പോയിട്ട് തിരിച്ച് വന്ന് കുരിശൊക്കെ വരച്ചിട്ട് കിടക്കാൻ തുടങ്ങിയപ്പം എൻ്റെ മനസ്സിൽ പറഞ്ഞു, കിടക്കരുത്, കൊന്തയെല്ലാം പറഞ്ഞു. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്ന് സമ്പൂർണ്ണ ജപമാല ചൊല്ലി 3:30 തൊട്ട്. അത് പിറ്റേ ദിവസം തൊട്ട് ഞാനത് 3 മണിക്കാക്കി. ഇപ്പോൾ എല്ലാ ദിവസവും 3 മണിക്ക് രാവിലെ എഴുന്നേൽക്കും, സമ്പൂർണ്ണ ജപമാല ചൊല്ലും, അരമണിക്കൂർ ബൈബിൾ വായിക്കും, അച്ഛനെ ഡെയിലി ബ്രെഡ് കേൾക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഒരു കൊന്ത ചൊല്ലും. പിന്നെ ഒരു മണിക്കൂർ നേരം കിടന്നുറങ്ങും. കാരണം ക്ഷീണമായതുകൊണ്ട് പിന്നെ കമ്പനി പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള 1 മണിക്കൂർ നേരം കിടന്നുറങ്ങും. ഇപ്പോൾ എൻ്റെ ശീലം അങ്ങനെയാണ്. ഈശോ എന്നെ ഒരുപാട് ആത്മീയതയിൽ വളരാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ അച്ഛൻ്റെ ടോക്കുകൾ, ധ്യാനങ്ങൾ എല്ലാ ചൊവ്വാഴ്ച ചിലപ്പോൾ കൂടാൻ സാധിക്കില്ല. എന്നാലും ഞാൻ ബുധനാഴ്ച വരെ പോവുള്ളൂ, അതിനപ്പുറത്തേക്ക് പോകില്ല. ചൊവ്വാഴ്ച വൈകിട്ട് അല്ലെങ്കിൽ ബുധനാഴ്ച, ഈ 2 ദിവസങ്ങളിൽ എപ്പോഴേലും അത് കൂടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈശോയും മാതാവും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നത്. അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തികൾ എൻ്റെ മുമ്പിൽ കൈ നീട്ടുന്ന ഒരാളെ പോലും ഞാൻ വെറുതെ വിടാറില്ല. പിന്നെ ഞാൻ എല്ലാ മാസവും
ഞങ്ങളുടെ അടുത്തുള്ള ഒരു അനാഥാലയത്തിൽ ഞാൻ വൈഫിൻ്റെ പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്. കുമ്പസാരം എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇംഗ്ലീഷ് മാസമായതുകൊണ്ട് എനിക്ക് കുമ്പസാരിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ എല്ലാ ആഴ്ചയിലും എല്ലാ സൺഡേയിലും മുടങ്ങാതെ കുർബാന കൂടുന്നുണ്ട്. എല്ലാ ദിവസവും ഓൺലൈൻ കുർബാന കൂടുന്നുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ കാരുണ്യപ്രവൃത്തികൾ. മാതാവും ഈശോയും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രൈസ് ദ ലോർഡ്. ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകൂടി നന്ദി. ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. എൻ്റെ പേര് എലിസബത്ത് വർഗീസ്, മകളുടെ പേര് സ്റ്റെല്ല. മകളുടെ പഠനം സംബന്ധിച്ച് ഞങ്ങൾ കർണാടകയിലായിരുന്നു. ഇപ്പോൾ പഠനമെല്ലാം പൂർത്തീകരിച്ച് ഞങ്ങൾ എറണാകുളത്തായിരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും എറണാകുളത്തു നിന്നാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 17 സെപ്റ്റംബർ 2022 അത് ഈ മകളുടെ പഠിത്തത്തെ സംബന്ധമായിട്ട് പഠിത്തത്തിന് വളരെ തടസ്സം നേരിട്ട സമയത്ത് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ കൃപാസനത്തെ പറ്റി കണ്ടു. അങ്ങനെയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത്. ഞാൻ 2 പ്രാവശ്യം ഇവിടെ സാക്ഷ്യം എഴുതി കൊടുത്തു, സൈന് കിട്ടി. ഒരു പ്രാവശ്യം എൻ്റെ മൂത്ത മകളുമായിട്ട് വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞിരുന്നു. രണ്ടാമത്തെ സാക്ഷ്യമാണ് എൻ്റെ ഇത്, അൾത്താരയിൽ നിന്നുകൊണ്ടുള്ള സാക്ഷ്യം. ഇത് എൻ്റെ മകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഈ മകള് കർണാടകയിൽ MDS പഠിക്കുകയായിരുന്നു. ഫസ്റ്റ് ഇയർ അനുഗ്രഹത്തോട് പഠിച്ചു. ഫസ്റ്റ് ഇയറിൽ അവർക്ക് അപ്പോൾ ഒരു ഗൈഡിനെ അവർ അലോട്ട് ചെയ്യും. അങ്ങനെ ഒരു ലേഡി ടീച്ചറായിരുന്നു ഈ മോൾക്ക് കിട്ടിയത്. ആ ടീച്ചർ വളരെ ഹറാസ് ചെയ്ത് ഈ മകളുടെ പഠിത്തത്തിൽ അവരെ ആവശ്യമില്ലാതെ കണ്ട സമയം മുതൽ വളരെ കുറ്റം പറയും. BDSനൊക്കെ ഡിസ്റ്റിങ്ഷൻ എടുത്ത് മാർക്കോട് പാസ്സായ കുട്ടിയാണ്. നല്ല രീതിയിൽ പഠിച്ചു വന്നതാണ്. ഇവരുടെ ഈ സംസാരം വളരെ നമുക്ക് മാനസികമായിട്ട് വളരെ തളർത്തുന്നതായിരുന്നു. അതുമൂലം മറ്റു കുഞ്ഞുങ്ങൾ കേട്ട് നിൽക്കുമ്പോൾ തന്നെ അവർ തന്നെ ചോദിക്കും, ഈ ടീച്ചർ ഇങ്ങനെയാണോ നിന്നോട് സംസാരിക്കുന്നതെന്ന് ചോദിക്കും. അതുപോലുള്ള സംസാരമാണ്. എത്ര അസൈൻമെൻറ്റ്സ് ചെയ്ത് കൊണ്ട് കൊടുത്താലും ആ ടീച്ചർ സൈൻ ഇട്ട് കൊടുക്കത്തില്ല. ഇവളെ പല പ്രാവശ്യം നടത്തിയിട്ട് നീ വലിയ ബുക്ക് അത് മുഴുവനും പഠിച്ചുകൊണ്ട് വന്നിട്ട് എന്നോട് പറ, എന്നിട്ട് ഞാൻ സൈൻ ഇട്ട് തരാമെന്നും പറഞ്ഞ് ഇങ്ങനെ നടത്തുമായിരുന്നു. അത് വളരെ മാനസികമായിട്ട് ഈ മകളെ അങ്ങ് തളർത്തി. എന്ത് ചെയ്തു കൊടുത്താലും അവർക്ക് ലാബ് വർക്കൊക്കെ വളരെ ഉള്ളത്, എന്ത് ചെയ്തു കൊടുത്താൽ ഈ ടീച്ചർ സൈൻ കൊടുക്കത്തില്ലായിരുന്നു. ഈ ടീച്ചറിൻ്റെ അടിയിലാണ് തീസീസും വേറെ 5-6 അസൈൻമെൻറ്റ്സ് ചെയ്ത് അവരുടെ അപ്രൂവൽ കിട്ടാതെ ഈ പഠിത്തം പൂർത്തീകരിക്കാൻ സാധിക്കത്തില്ല. ഈ മകൾ മാനസികമായിട്ട് വളരെ പ്രയാസം അനുഭവിച്ച് ഞങ്ങൾ ആ സമയത്താണ് അവിടെ കർണാടകയിൽ പോയി താമസമാക്കിയത്. വളരെ പ്രയാസമായി, മാനസികമായിട്ട് വളരെ തളർന്നു. കോളേജിൽ പോകാനോ പഠിക്കാനോ വളരെ താല്പര്യമില്ലാതായി. അവൾ പിന്നെ കോളേജിൽ പോയാൽ ലൈബ്രറിക്ക് പോയിരിക്കും ഈ ടീച്ചറിനെ ഫേസ് ചെയ്യാനുള്ള പ്രയാസം കൊണ്ട്. അങ്ങനെ അസൈൻമെൻറ്റ്സ് തീർത്തില്ലേൽ ഇവർക്ക് പരീക്ഷ എഴുതുവാൻ സാധിക്കത്തില്ല. അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ട് പോയി ലൈബ്രറിയിലിരിക്കും. ഒടുവിൽ പിന്നീട് പോകാതായി കോളേജിൽ. ഞങ്ങൾ HODയോട് പറഞ്ഞു, ഞങ്ങൾ ഇനിയും മോളെ പഠിപ്പിക്കുന്നില്ല, ഞങ്ങൾ വിട്ടുപോകുക. ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം എടുക്കാൻ 2-3 പ്രാവശ്യം എൻ്റെ ഹസ്ബൻഡ് കോളേജിൽ ചെന്നു. പക്ഷേ ആ സാർ ഒരു വിധത്തിൽ സമ്മതിച്ചില്ല. അവൾ ബ്രില്യൻ്റായിട്ടുള്ള ഒരു കുട്ടിയാണ്, അവൾ പഠിക്കട്ടെ, ഞാൻ അവളോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഒരു വർഷത്തോളം പുള്ളിക്കാരി കോളേജിൽ അറ്റൻഡ് ചെയ്തില്ല. ഇവരുടെ ഒരു പഠിത്ത സംബന്ധമായി 3 വർഷത്തെ കോഴ്സാണിത്. ഫസ്റ്റ് ഇയറിൽ പാസ്സായി കഴിഞ്ഞാൽ 1 വർഷം അവർക്ക് ലീവ് എടുത്തിരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ റെഗുലറായിട്ട് ജോയിൻ ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്ത് അസൈൻമെൻറ്റ്സ് തീർത്ത് പരീക്ഷ എഴുതി പാസ്സായാൽ മതി. അങ്ങനെ ഏതായാലും പുള്ളിക്കാരി പോകാതിരുന്ന സമയത്ത് അവരാ അവധി എടുത്ത സമയം യൂണിവേഴ്സിറ്റി അവിടെ ലീവായിട്ട് അവർ കണക്കാക്കി. അതുപോലെ തീസീസ് ചെയ്യാൻ 1-2 ഈ ടീച്ചർ പറഞ്ഞ തീസീസ് അല്ലാതെ വേറെ ഒരു തീസീസും അവൾ ചെയ്യാനോ സമ്മതിക്കത്തില്ല. അങ്ങനെ പുറത്ത് ലാബിൽ കൊടുത്ത് ചെയ്യേണ്ട വർക്കാണ് അത്. 1-2 കൊടുത്തത് ശരിയായില്ല. പിന്നെ അവിടുത്തെ ഒരു സയൻസ് കോളേജിൽ അവിടുത്തെ ലാബുകാർ അപ്രൂവ് ചെയ്ത് ഈ മോൾക്ക് ആ ലാബിൽ ചെന്ന് വർക്ക് ചെയ്യുവാനുള്ള അനുവാദം കിട്ടി. പുള്ളിക്കാരി തന്നെ പോയി നിന്ന് ആ ലാബിൽ ആ ലാബ് വർക്കെല്ലാം ചെയ്ത് ആ തീസിസ് പൂർത്തീകരിക്കാൻ സഹായിച്ചു. ആ സമയത്ത് ഡീന്
അങ്ങനെ ലീവ് തരാൻ ഒക്കത്തില്ലെന്ന് വരെ പറഞ്ഞതാണ്. ഒടുവിൽ ഞാനും ഹസ്ബൻഡും മോളും കൂടെ ചെന്ന് ഡീനിനോട് സംസാരിച്ചപ്പോഴാണ് ഡീൻ ഇങ്ങനെ പറഞ്ഞത്, ഞാൻ ഉപ്പ് കൈ ഈ ഉടമ്പടി വസ്തുക്കളിൽ ഉപ്പ് കയ്യിൽ കരുതിയാണ് അവിടെ പോയത്. ആ സാറ് ആദ്യം വളരെ ദേഷ്യപ്പെട്ടെങ്കിലും പിന്നീട് വളരെ തണുത്ത, ഞാൻ പ്രാർത്ഥിച്ച് അവിടെ ആ സമയത്ത് അവിടെ ഉപ്പിട്ടു. അവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഒടുവിൽ സാർ അപ്രൂവ് ചെയ്ത് ഒരു 10-15 ദിവസത്തെ ലീവ് കൊടുത്ത് ഈ മോൾക്ക് വേറെ ലാബിൽ പോയി നിന്ന് ആ തീസിസിൻ്റെ വർക്കെല്ലാം ചെയ്ത് തീർപ്പാനൊക്കെ സഹായിച്ചു. ഉപ്പ് ഞാൻ എന്നും മോൾക്ക് കൊടുത്തു വിടും. അതുപോലെ ഉടമ്പടി വസ്തുക്കൾ എന്നും കോളേജിൽ പോകുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഒരു ദിവസം പോലും മുടങ്ങാതെ ഇങ്ങനെ കൊടുക്കുമായിരുന്നു. അതൊക്കെ ഞങ്ങളുടെ കുടുംബത്തിന് വളരെ അനുഗ്രഹമായെന്നുള്ള, ഞങ്ങളെവിടെ പോയാലും ഞാൻ കാറിലാണെങ്കിലും കൊന്തയും കാശ് രൂപവും ഇതെല്ലാം വെച്ചാണ് പോകുന്നത്. ഉടമ്പടി വസ്തുക്കളും ഒക്കെ കയ്യിൽ കരുതിയാണ് ഞങ്ങൾ പോകാറ്. അത് ഞങ്ങളുടെ കുടുംബത്തിന് വളരെ അനുഗ്രഹമായി. ഈ മോടെ പഠിത്ത കാര്യം ഓർത്ത് ഞങ്ങൾ മാനസികമായി കുടുംബമായിട്ട് ഞാനും ഹസ്ബൻഡും എൻ്റെ മൂത്ത മകളും കുടുംബമായിട്ട് വളരെ ഭാരത്തിലായിരുന്നു. ഞങ്ങൾ കർണാടകയിലായിരിക്കുമ്പോൾ ദൈവത്തോട് കൂടുതലായിട്ട് പ്രാർത്ഥിപ്പാൻ, ഈ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിപ്പാനും യാചിപ്പാനും അനേകരെ സഹായിപ്പാനും അവിടെ ഉള്ളവർക്കൊക്കെ വഴിയരികിൽ ഇരിക്കുന്നവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുവാനും അവിടെ ഓർഫനേജുകൾ വിസിറ്റ് ചെയ്യുവാനും അവർക്കൊക്കെ വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുപ്പാൻ ഞങ്ങളെ സഹായിച്ചു. ദൈവം മുൻകൂട്ടി കരുതി ഞങ്ങളെ അവിടെ ആക്കിയതാണെന്ന് ഞാൻ എപ്പോഴും പറയും. അത് നമ്മുടെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. അതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം കാണിച്ചു തന്നത്. അസാധ്യമായ കാര്യങ്ങൾ ഞങ്ങൾ സ്വപ്നേവി ചിന്തിച്ചല്ലേ ഈ മോൾ MDS പാസ്സാകുന്നു. ഈ ഒക്ടോബറിലുള്ള പരീക്ഷയിൽ ഈ മോളാണ് അവരുടെ 9 കുഞ്ഞുങ്ങളുടെ ഇടയിൽ ആദ്യമായിട്ട് അസൈൻമെൻറ്റ്സ് എല്ലാം തീർത്ത്. HOD പറയുകയും ചെയ്തു, സ്റ്റെല്ലയാണ് എല്ലാം തീർത്ത്. അവർക്ക് പേഷ്യൻറ്റിനെയും പരീക്ഷയ്ക്ക് നേരത്തെ കിട്ടിയത് സ്റ്റെല്ലായിക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ എക്സാം എഴുതി ഫസ്റ്റ് ക്ലാസ്സോട് ദൈവത്തിൻ്റെ വലിയ കരുണയാൽ അമ്മയുടെ മാധ്യസ്ഥത്താൽ സ്റ്റെല്ലായിക്ക് ആ കോഴ്സ് പാസ്സാകുവാൻ സഹായിച്ചു. ഇപ്പോൾ ഒക്ടോബർ കഴിഞ്ഞ് ഞങ്ങളെ കോൺവൊക്കേഷനും കഴിഞ്ഞുമാണ് ഞങ്ങളിങ്ങനെ എറണാകുളത്തോട്ട് വന്നത്. ഞങ്ങൾക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹത്തിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. ഞങ്ങൾ വിചാരിച്ചതിൽ ഉപരിയായിട്ട് ദൈവം ഞങ്ങളെ വളരെ അധികമായിട്ട് അനുഗ്രഹിച്ച് നടത്തി. മേലും കൃപ ഞങ്ങളുടെ കൂടിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ മിടുക്കോ ഗുണമോ അല്ല, ദൈവത്തിൻ്റെ കരുണ കൃപ മാത്രമാണ് ഞങ്ങൾ ഇന്നും ജീവിക്കുന്നതും നിലനിൽക്കുന്നതും. ഞങ്ങളുടെ തുടർന്നുള്ള എല്ലാ കാര്യങ്ങളിലും മോടെ ഭാവി കാര്യങ്ങളിലും ദൈവം സഹായിക്കും. അമ്മയുടെ മധ്യസ്ഥതയ്ക്കായിട്ട് ഞാൻ ഇന്ന് ഉടമ്പടി പുതുക്കി അതിലെല്ലാം ഞാൻ നിയോഗം വെച്ചിട്ടുണ്ട്. എൻ്റെ അനേക കാര്യങ്ങൾ എൻ്റെ കുടുംബത്തിൽ എൻ്റെ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചത് ചെറുതും വലുതുമായ വളരെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഡെയിലി ബ്രെഡ് അച്ഛൻ്റെ ആ രാവിലത്തെ പ്രസംഗം, അതുകൊണ്ട് അത് കഴിഞ്ഞ് ധ്യാനമൊക്കെ ഞാൻ പലർക്ക് ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ പത്രം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഷോപ്പുകളിലും ഓട്ടോക്കാർക്കും ഒക്കെ കൊണ്ട് കൊടുക്കും. ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ പേഷ്യൻസിനെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് അവരോട് പ്രാർത്ഥിച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയും. പലരും വന്ന് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ അവരുടെ നമ്പറെല്ലാം കുറിച്ചെടുത്തുകൊണ്ട് വരും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ, സാമ്പത്തിക സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഓർഫനേജ് വിസിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഭക്ഷണം കൊടുക്കുകയും അവർക്ക് പണം അയച്ചു കൊടുക്കുകയും അല്ലാതെ വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്യും. അതുപോലെ ആര് സഹായത്തിന് അപേക്ഷിച്ചാലും വിവാഹം, വിദ്യാഭ്യാസം, വീട് വയ്ക്കൽ, ചികിത്സ എന്ന് വേണ്ട ഏത് രീതിയിലുള്ള പ്രയാസങ്ങളാണ് അവരനുഭവിക്കുന്നത്, ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളെ കൊണ്ടാകുന്ന വിധത്തിൽ ഞങ്ങൾ പണം കൊടുത്തും അല്ലാതെ. തിരുക്കുമാരനും കോടാനുകൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ സാക്ഷ്യം പറയുന്നു. എൻ്റെ പേര് ജിൻസി ബിജു. ഞാൻ പള്ളുരുത്തി സെൻറ്റ് മേരീസ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ജനുവരി 5-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഞാനിപ്പോൾ ഇന്നിവിടെ നിൽക്കുന്നത് എൻ്റെ മകന് കിട്ടിയ ഒരു അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താനാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഇവന് 10ാം ക്ലാസ്സിൽ കഴിഞ്ഞ ശേഷം +2-നൊക്കെ ഒരു സ്റ്റേറ്റ് സ്കൂളിൽ പഠിക്കണമെന്നൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പക്ഷേ അവന് ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ്. നമുക്ക് അത്രയ്ക്കും നല്ല മാർക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റേറ്റ് സിലബസിൽ സയൻസ് ഗ്രൂപ്പൊക്കെ എടുത്ത് പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എനിക്കെപ്പോഴും നല്ല ധൈര്യം ഉണ്ടായിരുന്നു. ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച്, മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ്, മാതാവേ, എൻ്റെ മോൻ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. എനിക്ക് എൻ്റെ അമ്മേനോട് പറയണ പോലെ എനിക്ക് എല്ലാ കാര്യങ്ങളും എപ്പോഴും പറയാൻ പറ്റുമായിരുന്നു അമ്മയുടെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞ്, എനിക്ക് മോന് അവിടെ അഡ്മിഷൻ കിട്ടണം, അവൻ ആഗ്രഹിക്കുന്ന പോലെ സയൻസ് ഗ്രൂപ്പ് എടുത്ത് തന്നെ പഠിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ഒരു കരിയർ ഗൈഡൻസ് ഒന്നും എനിക്ക് വശമില്ല, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നും എനിക്കറിയില്ല. അപ്പോൾ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചാൽ നല്ലതാവുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ആഗ്രഹിച്ച് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ മാതാവ് വ്യക്തമായി കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് എൻ്റെ ജീവിതത്തിൽ നടത്തി തരുന്ന ദിവസങ്ങളാണ് പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചത്. അപ്പോൾ അവന് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നല്ല മാർക്ക് കിട്ടി. സ്കൂൾ ടോപ്പേഴ്സിൻ്റെ ലിസ്റ്റിൽ എൻ്റെ മോൻ കയറി. അവന് നല്ല മാർക്കോടെ പാസ്സാകാൻ പറ്റി. +2 അവൻ ആഗ്രഹിച്ചതുപോലെ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കാൻ സാധിച്ചു. +2 കുഴപ്പമില്ലാത്ത രീതിയിൽ മാർക്ക് വാങ്ങിച്ച് പാസ്സായി. ഹയർ സ്റ്റഡീസിന് എന്തിന് പോകണമെന്ന് അറിയില്ലായിരുന്നു. പിന്നെ NDA ഒരു ഐഡിയ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയും അത് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഉടമ്പടിയിലൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. NDA എക്സാമിന് ഫസ്റ്റ് എക്സാം അപ്പിയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് അച്ഛൻ കാശ് രൂപമൊക്കെ കൊടുത്ത് ആ കാശ് രൂപം കൊണ്ടാണ് അവൻ എക്സാമിനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ NDA എക്സാം നമുക്കെല്ലാവർക്കും അറിയാം, വളരെ ബുദ്ധിമുട്ടുള്ള എക്സാമാണ്. അപ്പോൾ അതവന് എഴുതിയെങ്കിലും 2 തവണ എഴുതിയെങ്കിലും അവന് പാസ്സാവാൻ സാധിച്ചില്ല. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ്റെ സമയത്താണ് അവൻ്റെ ശ്രദ്ധ നോട്ടിക്കൽ സയൻസിലേക്ക് തിരിഞ്ഞത്, മർച്ചൻ്റ് നേവി എഡ്യൂക്കേഷനിലേക്ക്. അപ്പോൾ അതിൽ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ്, പക്ഷേ എനിക്ക് പേടിയായിരുന്നു. ഞാനത് അധികം പ്രോത്സാഹിപ്പിച്ചില്ല. ഞാൻ അപ്പോൾ തന്നെ എനിക്ക് നിരുത്സാഹപ്പെടുത്താൻ പേടിയുമായിരുന്നു. കാരണം എനിക്ക് നല്ലൊരു ഭാവിയിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയാത്ത സ്ഥിതിക്ക് ഞാൻ നിരുത്സാഹപ്പെടുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവിന് അത് അർഹതയില്ലെങ്കിൽ അത് കൊടുക്കരുത്, അത് അവനെ മാതാവ് തന്നെ അത് മാറ്റിക്കളയണം, അവൻ ആ ചിന്ത തന്നെ മാറ്റണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷേ അവനത് താല്പര്യമുള്ളത് കൊണ്ട് അവൻ അതിൽ തന്നെ ഉറച്ചു നിന്ന് പിന്നെ അതിനുവേണ്ടി ഞാനും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവനതാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ തന്നെ പോട്ടെ എന്നുള്ളതിലേക്ക്. അപ്പോൾ അതിനുള്ള എൻട്രൻസ് എക്സാം അവൻ എഴുതി പാസ്സായി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പിന്നെ അതിന് ശേഷമുള്ള സ്പോൺസർഷിപ്പ് എക്സാമുകൾ എഴുതാൻ തുടങ്ങി. അതിനുവേണ്ടി മുംബൈയിലും ചെന്നൈയിലും ഒക്കെ പോയി പരീക്ഷ എഴുതി, ഓൺലൈൻ എക്സാമൊക്കെ എഴുതി. ചില എക്സാമൊക്കെ പാസ്സാകും, പിന്നീട് ഒന്നും അറിയില്ല അതിനെക്കുറിച്ച്. പിന്നെ ചില എക്സാമിന് ഇൻ്റർവ്യൂ പാസ്സാവും, സെക്കൻഡ് ഇൻ്റർവ്യൂവിന് അവർ വിളിക്കില്ല. അങ്ങനെ ഓരോ പ്രാവശ്യവും ഇങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കണ, പൈസ ഒരുപാട് ഇങ്ങനെ ചിലവായിക്കൊണ്ടിരിക്കണ. ഓരോ തവണ പോകുമ്പോഴും ഒരുപാട് പൈസ ചിലവാകും. അപ്പോൾ നമ്മുടെ കയ്യിൽ സാമ്പത്തികവും ഇല്ലാതെ വരുന്ന അവസ്ഥയിൽ വന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് വിഷമിച്ച് 1 വർഷത്തോളം ഇങ്ങനെ ഈ ഒരു പ്രോസസ്സിലൂടെ പോയി. ഒന്നും ഇവിടെ എത്തണില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്കെപ്പോഴും ഉള്ളിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ, മാതാവിന് അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം, ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അത് കൊടുക്കാവുള്ളൂ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കൊരു പേടി തോന്നിയില്ല. പക്ഷേ ഇങ്ങനെ 1 വർഷമായപ്പോൾ തന്നെ വീട്ടിലേക്ക് തന്നെ ഇങ്ങനെ ഇരുന്ന് പുറത്തേക്കൊന്നും പോകാൻ പറ്റണില്ല. ആൾക്കാരെല്ലാവരും ചോദിക്കാൻ തുടങ്ങി, ഒന്നും ആയില്ലേ ചോദിക്കുമ്പോൾ ഇവനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇവനുണ്ടായി, ഇവന് വല്ല ഡിപ്രഷനായി പോകുമോ എന്നൊക്കെ ഒരു പേടിയൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഞാനും ഹസ്ബൻഡും വളരെയധികം വിഷമിച്ചു. ഞങ്ങളപ്പോൾ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കും, ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും. ഇവന് വേണ്ടിയിട്ട് ഇങ്ങനെ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവിടെ കൃപാസനത്തിൽ ഞാനും ഹസ്ബൻഡും കൂടെ ഒന്ന് പ്രാർത്ഥിക്കും, ഉടമ്പടിയിൽ പ്രാർത്ഥിക്കും, എല്ലാ ദിവസവും പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയിലൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഇവൻ ലൈറ്റ് ക്യാൻഡിലിട്ട് പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. രാവിലെ എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് ലാസ്റ്റ് ചാൻസായി. ഇനിയിപ്പോൾ അടുത്ത വർഷത്തേക്ക് ഒരു വർഷം കൂടി നഷ്ടപ്പെടുത്തി കളയാൻ പറ്റാത്തത് കൊണ്ട് ഉടനെ തന്നെ ഈ ഒരു എക്സാമും കൂടി എഴുതിയതിന് ശേഷം ഇനി ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്കത് ഡ്രോപ്പ് ചെയ്യാമെന്നുള്ളൊരു നിലയിലേക്ക് എത്തി. അവസാനം ആ എക്സാം എഴുതാൻ വേണ്ടി പോയപ്പോൾ ഞാൻ കാശ് രൂപം മുറുക്കെ പിടിച്ച് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇവൻ ഫസ്റ്റത്തെ എഴുതിയ എക്സാം പാസ്സായി. അതിന് ജസ്റ്റ് നെക്സ്റ്റ് ഡേ തന്നെയായിരുന്നു അതിൻ്റെ ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അതിനും പാസ്സായി. പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള എക്സാമും ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. 600 പേരോളം എക്സാം എഴുതിയെങ്കിലും 15 പേര് മാത്രം സെലക്ട് ആയുള്ളൂ. അതിലൊരാൾ എൻ്റെ മോനായിരുന്നു. അപ്പോൾ അതൊരുപാട് അനുഗ്രഹമാണ് ഞങ്ങൾക്ക്. ഒട്ടും അവൻ്റെ പേരോടെ വിളിച്ച് പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാൻ പറ്റിയില്ല, അത്രയ്ക്കും വലിയ അനുഗ്രഹമാണ്. പിന്നെ അതിനുശേഷം അഡ്മിഷൻ കിട്ടുമ്പോൾ തന്നെ ഇവർക്കൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അപ്പോൾ തന്നെ ഓഫർ ലെറ്റർ കിട്ടും. പക്ഷേ ഓഫർ ലെറ്റർ കൈ കിട്ടി, ജോലി കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിന് നന്നായിട്ട് പഠിക്കണം, പഠിച്ച് അതിനുള്ള എക്സാം അപ്പിയർ ചെയ്യണം. കമ്പനി ആവശ്യപ്പെടുന്ന റിക്വയർമെൻറ്റ്സിനോട് മാർക്കിനോട് പാസ്സാവണം. അപ്പോൾ ഈ കോഴ്സിന് ചേർന്നപ്പോൾ മുതലേ ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു.
അപ്പോൾ ഈ അഡ്മിഷൻ കിട്ടിയതിന് തന്നെ ഞങ്ങൾ ആശ്വാസമായതുകൊണ്ട് ഞങ്ങൾ നന്നായിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് നന്ദിപൂർവ്വം പ്രാർത്ഥന ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണമായിരുന്നു. അപ്പോഴാണ് ഈ കോഴ്സ് ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഓരോ എക്സാം വരുമ്പോഴും എന്നെ വിളിച്ച് പറയും ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ ഞാൻ പറയും മോനെ വിഷമിക്കേണ്ട, നിന്നെക്കൊണ്ട് പറ്റുന്നത് ചെയ്യുക, ബാക്കി ഈശോയും മാതാവ് നോക്കിക്കോളും, നീ പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്ന് പറയും. കാശുരൂപം അച്ഛൻ കൊടുത്ത കാശുരൂപം അവൻ്റെ കൊന്തയിലുണ്ട്, അവൻ ആ കാശുരൂപം എപ്പോഴും തൊട്ട് പ്രാർത്ഥിക്കും. പിന്നെ ഉടമ്പടി വസ്തുക്കൾ എനിക്ക് ഉപ്പൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ അത് നാവിൽ വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് വേണം പോകാൻ എന്ന് ഞാൻ പറയും. അവൻ അതുപോലെയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ തുടങ്ങി ഞാൻ പറയേണ്ട, അല്ലാതെ തന്നെ അവനതെല്ലാം കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു. പ്രാർത്ഥന കാര്യത്തിലും കൊന്തലിൻ്റെ കാര്യത്തിലും കിട്ടുന്ന സമയം കൊണ്ട് അവനത് ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്ത് ഇപ്പോൾ ആ കോഴ്സ് കംപ്ലീറ്റ് ആയി. കമ്പനി ആവശ്യപ്പെട്ടതിലധികം മാർക്കോടുകൂടി എൻ്റെ മോൻ പാസ്സായി. പിന്നെ ഇപ്പോൾ അടുത്ത മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഡിസംബർ 7-ാം തീയതി അവന് ചെന്നൈയിൽ US-ൻ്റെ വിസയുടെ ഇൻ്റർവ്യൂ ആണ്, അതിനുവേണ്ടി പോകാനിരിക്കുന്നു. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അടുത്തത് ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ട് ഓഫീസിലാണ് വർക്ക് ചെയ്യണത്. ഞാനവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് GST റിട്ടേൺ ഫയൽ ചെയ്തപ്പോഴത്തേക്കും എൻ്റെ ഒരു അശ്രദ്ധ മൂലം എനിക്ക് വന്നൊരു തെറ്റ് കാരണം എൻ്റെ ഒരു ക്ലയൻറ്റിന് ഒരു 3.5 ലക്ഷം രൂപയുടെ നഷ്ടം വന്നു. ഇത് ഇങ്ങനൊരു തെറ്റ് സംഭവിച്ച കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, ക്ലയൻറ്റും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവർക്കിത് കിട്ടാതെ ഇവരുടെ ബില്ല് പാസ്സാകാതെ വന്നപ്പോഴാണ് അവർ അത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് ഈ മിസ്റ്റേക്ക് കൊണ്ടാണ് ഇത് ക്ലിയർ ആവാത്തതെന്ന് അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അവരത് എന്നെ സമീപിച്ച് പറഞ്ഞത് കറക്റ്റ് ചെയ്ത് തരണം, ഞങ്ങൾക്കിത് വലിയ നഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞ്. ഈ 3.5 ലക്ഷം രൂപ നമ്മൾ വലിയൊരു എമൗണ്ട് ആയതുകൊണ്ട് എനിക്കും അതും അഫോർഡബിൾ അല്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ആകെ വിഷമിച്ചു പോയി. പക്ഷെ ഞാനിത് നോക്കി ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഇത് കറക്റ്റ് ചെയ്യാനുള്ള ടൈം കഴിഞ്ഞു പോയി, ഒന്നും ചെയ്യാൻ പറ്റൂല. ഞങ്ങൾ ശരിക്കും വിഷമമായി. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, ഞങ്ങൾ ഉടമ്പടിയിലുള്ളവരാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് പ്രാർത്ഥിച്ച് ലൈറ്റ് ക്യാൻ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ച് കാശുരൂപം എടുത്ത് കൈ പിടിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ തന്നെ ഒരു കൊളീഗ് വന്നിട്ട് പറഞ്ഞ്, ഇപ്പോൾ ഞാനത് ഈ പ്രശ്നം അറിയുന്നത് ഒക്ടോബർ മാസത്തിലാണ്. ഒക്ടോബർ മാസം 20-ാം തീയതി വരെ 2 വർഷത്തേക്ക് മുന്നേക്കുള്ള ഒരു എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഞങ്ങളും കുറേ നോക്കിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അത് ഒരു 2 ദിവസം മുന്നെയാണ് ഞങ്ങൾ അറിയണത്. ഒരു മാസം കഴിഞ്ഞിട്ടാണ്, അടുത്ത മാസമാണ് ഞങ്ങൾ ഈ മിസ്റ്റേക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ആ ഒരു സമയം തന്നെ മാതാവ് എനിക്കത് കാണിച്ചു തരികയും അതിനുള്ള റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു മാർഗവും മാതാവ് എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഞാനത് ഉടനെ തന്നെ അത് പറഞ്ഞത് ചെയ്യിപ്പിച്ച് ഞാൻ സഹകരിച്ചത് ചെയ്ത് ആ പ്രശ്നം സോൾവ് ആയി. ക്ലയൻറ്റിൻ്റെ ഓപ്പോസിറ്റ് പാർട്ടിക്കും അത് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ സാധിച്ചു. ഇതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. പിന്നെ ഞാൻ കാര്യപ്രവൃത്തി ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ആൾക്കാരെയൊക്കെ പോയി, രോഗികളെയൊക്കെ പോയി കാണാറുണ്ട്. ഹോസ്പിറ്റലാണെങ്കിലും പോയി കാണാറുണ്ട്, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ മുന്നിൽ വന്ന് വരുന്ന ആൾക്കാർ, എൻ്റെ കണ്ണിൽ പെടുന്ന ആൾക്കാരെ എല്ലാവരും ഞാൻ എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ സഹായിക്കാറുണ്ട്. പഠിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് സഹായം ചെയ്യാൻ വേണ്ടി ഞാനെടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ ഇപ്പോൾ എനിക്ക് പറ്റുന്ന സഹായം ഞാൻ നേരിട്ടോ അല്ലാതെ ഫോണിലൂടെ വിളിച്ചിട്ടാണെങ്കിലും ഞാൻ ഇപ്പോൾ എന്തെങ്കിലും കാര്യത്തിനാണെങ്കിൽ പ്രാർത്ഥനാ സഹായമാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റണത് പോലെ ഞാൻ സഹായിക്കാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം വാങ്ങിച്ചിട്ട് ക്രൈസ്തവ മേഖല അക്രൈസ്തവ മേഖലകളിലും കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ഫോൺ ഞാൻ ആവശ്യമുള്ളവർക്ക് ഞാൻ കൊടുക്കും, അച്ഛൻ്റെ ക്ലാസ് കൂടാനായിട്ട്. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇപ്പോൾ വീടിനടുത്തുള്ള ആളുകൾക്കാണെങ്കിൽ, ഇപ്പോൾ അക്രൈസ്തവരായിട്ടുള്ള ആൾക്കാരാണെങ്കിലും പ്രായമുള്ള ആൾക്കാർക്കാണെങ്കിലും അവർക്കൊക്കെ ഒരു കേൾക്കാനായിട്ട് അവർക്ക് ചിലപ്പോൾ സ്മാർട്ട് ഫോൺ ഉണ്ടാവില്ല, അവർക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ അവർക്ക് കൊടുത്തിട്ട് അവരോടത് കേട്ടോളാൻ പറയും. അതവിടെ കൊടുത്തിട്ട് ഞാൻ പിന്നെ അതങ്ങനെ ശീലമായി. പിന്നെ അത് എല്ലാവരും വന്ന് എൻ്റെ അടുത്തൊന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. അങ്ങനെ അത് ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ രാവിലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ മുടങ്ങാതെ കൂടാറുണ്ട്. അത് ഷെയർ ചെയ്യും, സ്റ്റാറ്റസ് ഇടും. അത് മറ്റുള്ളവരോട് കൂടാനായിട്ട് അത് പറയുകയും ചെയ്യും. അതിൻ്റെ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാറുമുണ്ട്. അതിൽ കൂടി എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഡെയിലി നമുക്ക് നമ്മുടെ ഡെയിലി നീഡ്സ് എന്താണെന്ന് വെച്ചാൽ അതെല്ലാം അച്ഛനോട് ഓർത്തോർത്ത് പ്രാർത്ഥിക്കുന്ന പോലെ നമുക്ക് തോന്നും. അതെല്ലാം നമുക്ക് അനുഗ്രഹങ്ങളായിട്ട് കിട്ടുന്ന എല്ലാം മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് സാക്ഷ്യപ്പെടുത്തും. എൻ്റെ ജീവിതം കൊണ്ട് തന്നെ ഞാൻ സാക്ഷ്യത്തിൽ ഓരോരുത്തരോട് പറഞ്ഞത് കൂടണം എന്ന് പറഞ്ഞ് എല്ലാവരോടും പറയാറുണ്ട്. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയ ദൈവപിതാവിൻ്റെ കാരുണ്യത്തിന് നന്ദി പറയുന്നു. എൻ്റെ പേര് ക്രിസ്റ്റി ജെയിംസ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ആറ്റുപുറം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 21/1/2024
ആദ്യമായി ഞാൻ സാക്ഷ്യം പറയുന്നത് BEd പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ടീച്ചിങ് ക്വാളിഫിക്കേഷൻ എക്സാമായ സെറ്റ് എക്സാമിന് എന്നെ പാസ്സാക്കിയ ഒരു സാക്ഷ്യമാണ്. ആ സമയത്ത് ഞാൻ ഉടമ്പടിയിലല്ലായിരുന്നു, എൻ്റെ അമ്മ ആയിരുന്നു ഉടമ്പടിയിലുണ്ടായിരുന്നത്. അമ്മയുടെ ഉടമ്പടി നിബന്ധനയിലുണ്ടായിരുന്നതായിരുന്നു സെറ്റ് എക്സാമിന് പാസ്സാവാനുള്ള ഒരു നിയോഗം. സെറ്റ് എക്സാം ഞാൻ എഴുതുന്ന സമയത്ത് ഞാൻ BEdൻ്റെ ടീച്ചിങ് പ്രാക്ടീസ് കാലഘട്ടത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ എനിക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സമയം ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിൽ ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും എനിക്ക് പറ്റാവുന്ന സമയങ്ങളിൽ മാത്രം പ്രിപ്പയർ ചെയ്യുകയും മാത്രമാണ് ചെയ്തിരുന്നത്. എക്സാമിന് പോകുമ്പോൾ 100% എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ എക്സാം എഴുതാൻ പോകുന്ന സിലബസിൻ്റെ പകുതി പോലും ഞാൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അമ്മ തന്നിട്ടുള്ള ഉടമ്പടി തായാലും അമ്മയുടെ കാശ് രൂപ ഉപയോഗിച്ചിട്ടായിരുന്നു ഞാൻ എക്സാം എഴുതാനായിട്ട് പോയിരുന്നത്. ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കും, ഞാനതിൽ കറുപ്പിക്കും. അങ്ങനെയായിരുന്നു എക്സാം എഴുതിയിരുന്നത്. അങ്ങനെ എക്സാം കഴിഞ്ഞതിന് ശേഷം ആൻസർ കീ വന്നിരുന്നപ്പോൾ ഞാൻ ഒരിക്കലും ആൻസർ കീ ഒത്തുനോക്കുന്ന ശീലമുള്ള ഒരാളായിരുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ പറഞ്ഞത് പ്രകാരം ഞാൻ ആൻസർ കീ ഒത്തുനോക്കിയപ്പോൾ സെക്ഷണൽ കട്ട് ഓഫുകൾ ഞാൻ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ടോട്ടൽ കട്ട് ഓഫ് ആയിട്ടുള്ള 48% എനിക്ക് ഉണ്ടായിരുന്നില്ല. 0.5% കുറവായിരുന്നു. അങ്ങനെ ഞാൻ അതുവരെ അമ്മ ഉടമ്പടിയിലായിരുന്നെങ്കിലും അതിൻ്റെ പ്രാർത്ഥനകളോ അതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിരുന്നില്ല. പക്ഷേ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ട് ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു. അമ്മ മാതാവാണ് എനിക്കിത് തരുന്നതെങ്കിൽ എക്സാക്ട്ലി എനിക്ക് 48% മതി, അതിൽ കൂടുതലോ കുറവോ എനിക്ക് തരേണ്ടാന്ന്. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് എക്സാക്ട്ലി 48% ആയിരുന്നു. ഇതിലൂടെ എൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയാണ് എന്നെ നടത്തിയിരുന്നതെന്നുള്ള ഉറച്ച ബോധ്യം എനിക്ക് ലഭിച്ചു. രണ്ടാമതായിട്ട് ഞാൻ 2024 ജനുവരി 21 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ 6ാമത്തെ നിയോഗത്തിലായിട്ട് എഴുതിയിരുന്നത്. ഉടമ്പടിയുടെ ക്ലാസ് കേട്ടപ്പോഴും ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോഴും എനിക്ക് ഉത്തമ ബോധ്യമായിരുന്നു ഇത് ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു ദൈവത്തിലേക്ക് എത്താനുള്ള ഒരു ദൈവത്തിൻ്റെ കയ്യൊപ്പോട് കൂടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലത്തെ നിബന്ധനകളെല്ലാം എൻ്റെ കഴിവാൽ എനിക്ക് ഒരിക്കലും നടത്താൻ സാധിക്കില്ല, 100% ഉറപ്പായിരുന്നു. പ്രത്യേകിച്ച് കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങളായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ദൈവം സഹായിച്ചാൽ മാത്രമേ നടക്കൂ എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത് ആഴ്ചയുടെ ഞാൻ അന്ന് സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ലീവ് വേക്കൻസിയിലായിട്ടായിരുന്നു. അങ്ങനെ വെള്ളിയാഴ്ച ആയപ്പോൾ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്ന എൻ്റെ ഒരു കസിൻ ഇങ്ങനെ വിളിച്ച് നമുക്ക് നാളെ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോയാലോ, അങ്ങനെ ഓട്ടിസം ബാധിക്കുന്ന വ്യക്തികളെ പാർപ്പിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സ്ഥലം ഞങ്ങൾ ആദ്യമായിട്ട് പോവുകയും പിന്നീട് ഞങ്ങൾ തുടർന്ന് എല്ലാ ആഴ്ചകളിലും അവിടെ കാരുണ്യ പ്രവൃത്തികൾക്കായിട്ട് പോകാനും സാധിച്ചു. ഇതിൽ നിന്നും എനിക്ക് മനസ്സിലായി ദൈവത്തിന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മളെക്കാൾ കൂടുതൽ നന്നായിട്ട് ദൈവത്തിന് ആഗ്രഹമുണ്ട്. നമ്മൾ അതിനൊരു മനസ്സ് കാണിച്ചാൽ മാത്രം മതി, ദൈവം നമ്മളതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പായി. ഇങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ ഈ കാരുണ്യ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് പോകുമ്പോൾ തന്നെ ആ സ്ഥലത്തേക്ക് വീട്ടിൽ നിന്ന് കുറച്ചധികം ദൂരം ഉണ്ടായിരുന്നു. ഞാൻ ഒരു ദിവസം 2 വീലറിൽ പോകുന്ന സമയത്ത് ആ സ്ഥലം വരെ ഞങ്ങൾ എത്തി. കൃത്യം ആ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ സ്പോട്ട് എത്തിയപ്പോൾ ലെഫ്റ്റിൽ നിന്ന് ഞാൻ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടാതെ 2 വീലർ ഞാൻ ടേൺ ചെയ്തു. അങ്ങനെ പുറകിൽ നിന്ന് വരുന്ന ഒരു ബൈക്ക്, അവന് ബ്രേക്കും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ ആക്സിഡൻ്റ് ആയി. അങ്ങനെ ഞങ്ങൾ തെറിച്ചു വീണെങ്കിലും കാര്യമായ പരിക്കുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിന് ശേഷം വീട്ടുകാർക്കാണെന്നുണ്ടെങ്കിലും ഇതറിഞ്ഞപ്പോഴും ഭയങ്കര പേടിയായി. പിന്നെ എൻ്റെ അശ്രദ്ധ തന്നെയായിരുന്നു. പക്ഷേ ഇതിന് ശേഷം ഞാൻ ആലോചിച്ചു എന്തുകൊണ്ടായിരിക്കും ദൈവം ഇത്തൊരു പ്രതിസന്ധി ഉണ്ടായത് എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ എനിക്ക് അതിൻ്റെ ഉത്തരം തരാനായിട്ട് സാധിച്ചു. ഇതിലൂടെ ഞങ്ങളുടെ കസിൻസിനാണെങ്കിലും ഉടമ്പടി എടുത്തിട്ടുള്ള ആൾക്കാരും പിന്നീട് ഉടമ്പടി എടുത്തിരുന്ന ആൾക്കാരും ഇങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ച് അറിയുകയും അവരെല്ലാവരും പിന്നീട് അവിടേക്ക് എത്തിച്ചേരാനുള്ള ഒരു മാർഗം ദൈവം കാണിക്കുകയാണ് ചെയ്തത്. ഇത്രയും ജീവിത പ്രതിസന്ധികളുടെ ഇടയിലും അത് നന്മയാക്കി മാറ്റാനായിട്ട് ദൈവത്തിന് സാധിച്ചു. ദൈവം അതിനൊരു വഴിയൊരുക്കി തന്നു. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യാറുള്ളത് ഈ ഓട്ടിസം ബാധിച്ചിട്ടുള്ള വ്യക്തികളുടെ അവിടെ സഹായിക്കാനായിട്ട് പോകും. അതുപോലെ തന്നെ വൃദ്ധസദനത്തിൽ സഹായിക്കാനായിട്ട് പോകാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡുകളിലും പത്രം വിതരണം ചെയ്യാറുണ്ട്. ഉടമ്പടി വഴിയായിട്ട് എനിക്ക് പ്രാർത്ഥനയിൽ കൂടുതൽ വളരാനായിട്ടും നിബന്ധനകളിൽ ചില സമയങ്ങളിൽ അതിൽ മുടക്കം വരുത്താറുണ്ടെങ്കിലും വചനത്തോട് കൂടുതലായിട്ട് സ്നേഹിക്കാനും അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിലെ അനുദിനം മുടങ്ങാതെ പങ്കെടുക്കാനുള്ള ഒരു താല്പര്യമൊക്കെ എനിക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ചു. ഇനി നമ്മൾ ഉടമ്പടി എന്തിനു ചെയ്യണമെന്ന് ഞാൻ ചോദിക്കുമ്പോൾ ആ വ്യക്തികളോട് ഞാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ക്രിസ്ത്യാനികളായിരുന്ന നമ്മൾ ജീവിച്ചിരുന്ന കാര്യങ്ങളാണ് ക്രിസ്ത്യാനി ചെയ്യേണ്ടതെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഉടമ്പടിയിൽ നമുക്കൊന്നും എക്സ്ട്രാ ആയിട്ട് പറയുകയല്ല ചെയ്യുന്നത്. ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള ഒരു കൃത്യമായ മാർഗ്ഗരേഖ അമ്മ മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞു തന്നുകൊണ്ട് നമ്മൾ നിത്യജീവിതത്തിലേക്ക് ഒരുക്കുകയാണ് ചെയ്യുന്നത്.
ഈ ഉടമ്പടിക്ക് ശേഷം ഓരോ കാലഘട്ടങ്ങളിലും വചനങ്ങളായിരുന്നു, ഓരോരോ സമയങ്ങളിൽ ഓരോരോ വചനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ ഹബക്കുക്ക് 3:17 ഒരു അഭിഷേകത്തിലാണ് പ്രാർത്ഥിക്കാറുള്ളത്. അതിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവുമരത്തിൽ കായ്കളില്ലാതായാലും, ആട്ടിൻകൂട്ടമാലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. ഞാൻ ടീച്ചിങ്ങിലെ ലീവ് വാക്കൻസിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലെ ചില മാസങ്ങളിലൊക്കെ ജോലി ഇല്ലാതിരിക്കാറുണ്ട്. അപ്പോൾ ഈ സമയങ്ങളിൽ ഞാൻ തിരിച്ചറിഞ്ഞത്, ഞാനൊരു പ്രതിസന്ധിയിലൂടെ അല്ലെങ്കിൽ ഒരു ദുഃഖകരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും എനിക്ക് ഒരിക്കലും ദുഃഖകരമായൊരു അവസ്ഥയല്ല ഞാൻ ഫീൽ ചെയ്തിരുന്നത്. ദൈവം പ്രത്യാശയിലൂടെ എന്നെ കൊണ്ടു നടക്കുകയായിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ എനിക്ക് സാക്ഷ്യം പറയാൻ അവസരം ലഭിച്ചതിന് ആദ്യമായി തന്നെ ദൈവപിതാവിനും തിരുക്കുമാരനും അമ്മയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് ജീന. ഞാൻ തലലപ്പുറം ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മമ്മിയാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 മെയ് 17 എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു യൂറോപ്യൻ കൺട്രിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളത്. അതിനായിട്ട് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, OET പഠിക്കണോ ജർമ്മൻ കോഴ്സ് എടുത്ത് പഠിക്കണോ എന്നുള്ളത്. പക്ഷേ ഞാൻ ഒരു ഇടവക ധ്യാനത്തിൽ ഈശോ എനിക്ക് വെളിപ്പെടുത്തി തന്നു, ജർമ്മൻ പഠിച്ചാൽ മതി. കാരണം OET ഇപ്പോൾ റിക്രൂട്ട്മെൻ്റ് ഒക്കെ കുറഞ്ഞിരിക്കുന്ന സമയമാണ്, ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുമാത്രമല്ല, ഞാൻ 2 കൊല്ലം മുന്നേ ഞാൻ സൗദിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ 2023 ഡിസംബറിലാണ് ഞാൻ റിസൈൻ ചെയ്ത് വന്നത്. അവിടെ വെച്ച് ഞാൻ ജർമ്മൻ ഒന്ന് പഠിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു. 2 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ഓൺലൈനായിട്ട് ഞാൻ ചേർന്നു. പക്ഷേ എനിക്കത് പൂർത്തിയാകാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ജർമ്മൻ പഠിക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ മെയ് 17 വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ കോഴ്സിന് ജോയിൻ ചെയ്തു. A1 A2 കഴിഞ്ഞു. അതൊന്നും എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് B1 ഒക്കെ ആയപ്പോൾ എനിക്ക് കുറച്ച് ടഫായിട്ട് തോന്നി. ആ സമയത്ത് എനിക്ക് തലവേദനയും ഭയങ്കര നടുവേദനയൊക്കെ വരുമായിരുന്നു. അപ്പോൾ എൻ്റെ ഉടമ്പടി തൈലം ഉണ്ടായിരുന്നു. ഞാൻ അത് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കത് മാറിക്കിട്ടി. അങ്ങനെ ഞാൻ B2 എത്തി. B2 പക്ഷേ എനിക്ക് ഓഫ്ലൈൻ കോഴ്സായിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തത്. പക്ഷേ ഓഫ്ലൈൻ കോഴ്സ് എനിക്ക് B2 1 മാസത്തോളം പോകാതെ ഇരിക്കേണ്ടി വന്നു, പപ്പയ്ക്ക് സുഖമില്ലാതിരുന്നതുകൊണ്ട്. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്ന് ഞാൻ പ്രിപ്പറേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് ഞാൻ B2 എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ 2 ഡേറ്റ് എടുത്തിരുന്നു. അത് 2 മൊഡ്യൂൾ വീതമാണ് ഞാൻ ഡൽഹിയിൽ ഡേറ്റ് എടുത്തത്. ആദ്യത്തെ 2 മൊഡ്യൂൾ എനിക്ക് റീഡിങ്ങും ലിസണിങ്ങുമായിരുന്നു. അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പാസ്സാകുവാൻ സാധിച്ചു. രണ്ടാമത്തെ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളായതുകൊണ്ട് ഞാൻ ഹോൾ ടിക്കറ്റ് അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ച് ഞാൻ എക്സാം എഴുതാൻ പോയി. ഉടമ്പടി വസ്തുക്കളെല്ലാം ഞാൻ ഉപയോഗിച്ചാണ് ഞാൻ പോയത്. പക്ഷേ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അവസാനത്തെ 2 മൊഡ്യൂൾ എനിക്ക് കിട്ടിയില്ല. അന്ന് തന്നെ ആ റിസൾട്ട് വരുന്ന അന്ന് തന്നെ ഞാൻ ഓൾറെഡി സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു ഞാനത് ഫെയിലാകുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒരു സ്ലോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അന്വേഷിച്ചു, പല ഏജൻറ്റുമാർക്കും കൊടുത്തു. അപ്പോൾ ഞാൻ കൽക്കട്ടയാണ് പിന്നെ എഴുതാനായിട്ട് ഉദ്ദേശിച്ചിരുന്ന സെൻറ്റർ. പക്ഷേ എനിക്ക് കൽക്കട്ടയിൽ എനിക്ക് സ്ലോട്ട് കിട്ടിയിരുന്നില്ല. പിന്നെ എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹത്താൽ എന്നോട് ഒരു ഏജൻറ്റ് വിളിച്ചു പറയുകയാണ്, മലേഷ്യയിൽ സ്ലോട്ട് ഉണ്ട്, എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പൈസ ഒന്നും നോക്കാണ്ട് ഞാൻ ബുക്ക് ചെയ്തു. ഞാൻ ഉടമ്പടി വസ്തുക്കളെല്ലാം ഞാൻ കൊണ്ടുപോയി അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. തൈലം തൂത്ത് ഞാൻ എക്സാമിന് കയറി. എനിക്ക് സ്പീക്കിങ്ങും റൈറ്റിങ്ങും ആയിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തത്. സ്പീക്കിങ് ടോപ്പിക് എളുപ്പമായിരുന്നെങ്കിലും എനിക്ക് വിചാരിച്ച പോലെ എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ ഞാൻ റൈറ്റിങ്ങും എനിക്ക് ക്വസ്റ്റ്യൻ എളുപ്പമായിരുന്നു. ഞാൻ എല്ലാം എഴുതിയെന്ന് വിചാരിച്ചിരുന്നു. ഞാനപ്പോൾ വിചാരിച്ചു റൈറ്റിങ്ങിന് ജയിക്കുമായിരിക്കും. സ്പീക്കിംഗ് എനിക്ക് വിചാരിച്ച പോലെ എനിക്ക് പറയാൻ സാധിച്ചില്ല. അപ്പം സ്പീക്കിംഗ് ഞാൻ ഫെയിലാകുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ പ്രാർത്ഥന മുടക്കിയില്ല. റിസൾട്ട് വന്നപ്പോൾ നേരെ മറിച്ചാണ് സംഭവിച്ചത്. സ്പീക്കിംഗ് ഞാൻ പാസ്സായി, റൈറ്റിംഗ് എനിക്ക് പാസ്സാകാൻ സാധിച്ചില്ല. അങ്ങനെ വീണ്ടും ഞാൻ അവിടെ തന്നെ മലേഷ്യയിൽ തന്നെ ഒരു സ്ലോട്ടും കൂടി എടുത്തു. അത് മാതാവ് അനുഗ്രഹിച്ച് നൽകിയ സ്ലോട്ടായിരുന്നു. അങ്ങനെ ഞാൻ റൈറ്റിങ്ങിന് അവിടെ വീണ്ടും പോയി എഴുതി. ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു.
റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. അതിനു മുന്നേ ഞാൻ 3ാമത്തെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, 4ാമത്തെ ഉടമ്പടി പുതുക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ എല്ലാ മൊഡ്യൂളും ക്ലിയർ ആകണമെന്നത്. അങ്ങനെ എന്നെ മാതാവ് അനുഗ്രഹിച്ചു. ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. പിന്നെ എൻ്റെ 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ B2 എക്സാമിൻ്റെ സമയത്താണ് എനിക്ക് ജോബ് ഇൻ്റർവ്യൂ വന്നത്. അതിന് മുന്നേ 2 മോക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അത് രണ്ടും ഞാൻ അറ്റൻഡ് ചെയ്തു. ഞാൻ ലൂക്കായുടെ സുവിശേഷം 12ാം അധ്യായം 12ാമത്തെ തിരുവചനം, അതായത് പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് നിങ്ങളെ പഠിപ്പിക്കും എന്നൊരു തിരുവചനമായിരുന്നു. അത് ഉരുവിട്ടുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ മോക്ക് ഇൻ്റർവ്യൂ പാസ്സായി. അങ്ങനെ ഞാൻ ഷോർട്ട് ലിസ്റ്റിൽ കയറി. എനിക്ക് ജോബ് ഇൻ്റർവ്യൂ മാർച്ച് 25-നായിരുന്നു. ആ സമയത്ത് തന്നെയായിരുന്നു എൻ്റെ B2ൻ്റെ എക്സാമും. B2ൻ്റെ എക്സാം എഴുതിയതിന് ശേഷം 2 ദിവസത്തെ ഗ്യാപ്പിലാണ് ഞാൻ ഫൈനൽ ഇൻ്റർവ്യൂ ഞാൻ മാർച്ചിൽ പോയി അറ്റൻഡ് ചെയ്യുന്നത്. ഡൽഹിയിലായിരുന്നു. ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു. ജർമ്മനിയിൽ നിന്ന് നേരിട്ട് ക്ലയൻസ് വന്നിട്ട് നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു അവസരമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ പോയി ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് ഞാൻ ഇൻ്റർവ്യൂവിനിരുന്നു. എനിക്ക് ഇൻ്റർവ്യൂവിന് എന്നോട് എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചത്. ഞാൻ എല്ലാത്തിനും ആൻസർ ചെയ്തു. അവർ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. എനിക്ക് എല്ലാത്തിനും ആൻസർ ചെയ്യാൻ പറ്റി. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് സെലക്റ്റായി. പിന്നെ ഞാൻ ഒരു പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ എനിക്കൊരു ഏജൻസി കോണ്ടാക്റ്റ് ചെയ്തു. അങ്ങനെ ഞാൻ എൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി അവർക്ക് ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അയച്ചു കൊടുത്തു. അങ്ങനെ പ്രോസസ്സിങ് നടക്കുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ളവർക്കും എനിക്കും എല്ലാം സെയിം ആയിട്ടാണ് പേപ്പറുകളെല്ലാം എനിക്ക് അയച്ച് തന്നുകൊണ്ടിരുന്നത്. പക്ഷേ ജൂലൈ ആയപ്പോൾ എനിക്ക് ഗവൺമെൻറ്റിൽ നിന്നൊരു പേപ്പർ ബാക്കി എല്ലാവർക്കും, എൻ്റെ കൂടെയുള്ളവർക്ക് എല്ലാവർക്കും കിട്ടി, പക്ഷേ എനിക്ക് മാത്രം വന്നിരുന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എന്താണ് തടസ്സം, എനിക്കത് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ദിവസം കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ച് വീട്ടിൽ പോകുന്ന സമയത്ത് എനിക്ക് മെസ്സേജ് വരുവാണ് ഏജൻസിയിൽ നിന്ന്, ഒരു ഡോക്യുമെൻ്റ് ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ അവർ പറഞ്ഞ അനുസരിച്ച് ഞാൻ ആ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്തു കൊടുത്തു. അങ്ങനെ എൻ്റെ പ്രോസസ്സിങ് മുന്നോട്ട് പോയി. ആ സമയത്ത് തന്നെ ഞാൻ ജൂലൈ 31 ഞാൻ ഈ ബഷേഡ് എന്ന് പറഞ്ഞ ഈ പേപ്പർ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു. ആ സമയത്ത് എനിക്ക് ഓൾറെഡി ആ സെയിം ഡേറ്റ് തന്നെ എനിക്ക് ഇഷ്യൂ ചെയ്തായിരുന്നു. പക്ഷേ അതെൻ്റെ ഫോണിലേക്ക് വന്നത് ആഗസ്റ്റ് 12-നാണ്. അത് കഴിഞ്ഞ് എനിക്ക് PCC എടുത്തു. പിന്നെ പ്രീ അപ്രൂവൽ വിസയ്ക്ക് വെച്ചു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വിസ പ്രോസസ്സിംഗ് ആണ്. ഇപ്പോൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒത്തിരി കടമ്പ അടക്കണം. കാരണം ഇപ്പോൾ ഭയങ്കര പാടാണ് കിട്ടാനായിട്ട്. പലരും ഒത്തിരി പൈസയൊക്കെ മുടക്കിയാണ് ബ്ലാക്കിലാണ് വിസയ്ക്ക് അപ്പോയിൻമെൻ്റ് എടുക്കുന്നത്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ഏജൻസിയിൽ നിന്ന് തന്നെ ഒരു പൈസ പോലും മുടക്കാതെ തന്നെ എനിക്ക് വിസ സ്ലോട്ട് ലഭിച്ചു. ബാംഗ്ലൂരായിരുന്നു. ഒക്ടോബർ 1-നായിരുന്നു. അങ്ങനെ ഞാൻ വിസയ്ക്ക് പോയി എല്ലാം സബ്മിറ്റ് ചെയ്തു. എനിക്ക് ഫാസ്റ്റ് ട്രാക്ക് വിസ അപ്പോയിൻമെൻ്റ് ആണ് കിട്ടിയത്. സാധാരണ ഫാസ്റ്റ് ട്രാക്ക് വിസ അപ്പോയിൻമെൻ്റ് എടുക്കുമ്പോഴത്തേക്ക് അത് ശരിക്കും മാക്സിമം 8 ദിവസത്തിനുള്ളിൽ വരേണ്ടതാണ്. പക്ഷേ എൻ്റെ 1 മാസമായിട്ടും വന്നിരുന്നില്ല. അങ്ങനെ ഞാൻ ഇവിടെ മാതാവിൻ്റെ റാലിയിൽ പങ്കെടുത്തു. ഞാൻ നിയോഗം വെച്ച് ഞാൻ എൻ്റെ പേപ്പറിൽ എഴുതിയിട്ട് ഞാൻ അതുമായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഡേറ്റും കൂടി ഇട്ട് പ്രാർത്ഥിച്ചു, ഒക്ടോബർ 31. ഒക്ടോബർ 31 രാവിലെ 10:25 എനിക്ക് മാതാവ് ഒരു പോസിറ്റീവ് റിപ്ലൈ തന്നു, എൻ്റെ വിസ ഡിസ്പാച്ച് ആയെന്നും പറഞ്ഞ്. അങ്ങനെ എനിക്ക് 2-3 ദിവസത്തിന് ശേഷം എൻ്റെ വിസ വന്നു. ആ വിസ വരുന്ന ദിവസം അന്ന് രാവിലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ അച്ഛൻ പറഞ്ഞു, ഉച്ചയ്ക്ക് 12 മണി മുതൽ 12 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം സാധിച്ചു കിട്ടുമെന്ന്. എനിക്ക് 12:40 എനിക്ക് കൊറിയർ സർവീസിൽ നിന്ന് വിളി വന്നു. ഞാൻ ആ സമയത്ത് ഒരു ഓൾഡ് ഏജ് ഹോമിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവിടുത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം ഞാൻ എൻ്റെ വിസ കളക്ട് ചെയ്തു. അപ്പം ഞാൻ വിസ ഞാൻ എൻ്റെ ഏജൻസിക്ക് അയച്ചു കൊടുത്തു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് പോകാൻ സാധിക്കുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു 2 പേരുടെയും കൂടി വിസ വരാനുണ്ട്, നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന്. അങ്ങനെ എൻ്റെ കൂടെയുള്ള 2 പേരുടെയും വിസ വന്നു. ഇന്നലെ എനിക്ക് ഏജൻസിയിൽ നിന്ന് മെസ്സേജ് അയച്ചു, ഈ ചൊവ്വാഴ്ച 24-ാം തീയതി കയറിപ്പോകാൻ ഫ്ലൈറ്റിന് എടുക്കുവാണെന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ ഈ ആഴ്ച പോവുകയാണ്. അതിന് മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ അടുത്ത സാക്ഷ്യം, ഞാനും എൻ്റെ മദറിലോയും എൻ്റെ സിസ്റ്ററിലോയും അവരുടെ ഫാമിലിയും ഒരു ദിവസം ഞങ്ങൾ എറണാകുളത്ത് പോകുന്ന സമയത്ത് ഞങ്ങൾ ഡ്രൈവറെ വിളിച്ചാണ്, ഞങ്ങൾ കാറിനാണ് പോയത്. പകുതി എത്തിയപ്പോൾ, കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേക്കും വണ്ടിയിൽ നിന്ന് ഭയങ്കര സൗണ്ടും ഭയങ്കര പുകയും ആയിട്ട് വണ്ടി ഭയങ്കര ഇതായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ പേടിച്ചു പോയി. അപ്പം ഞങ്ങൾ ഡ്രൈവറോട് പറഞ്ഞു, അടുത്തൊരു വർക്ക്ഷോപ്പിൽ ചെന്ന് ചെക്ക് ചെയ്യാം, വണ്ടി നമുക്ക് ഏറ്റവും അടുത്തുള്ളൊരു വർക്ക്ഷോപ്പിൽ ചെക്ക് ചെയ്യാമെന്ന്. പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ, ഒരു വർക്ക്ഷോപ്പിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ വണ്ടി കറക്റ്റായിട്ട് നിന്നുപോയി. അത് ഞങ്ങൾ അവിടുത്തെ ആൾക്കാരെ വിളിച്ച് കയറ്റി. അപ്പോൾ അത് ഗിയർ ബോക്സ് കത്തിയതായിരുന്നു. വലിയൊരു അപകടത്തിൽ നിന്നാണ് ഞങ്ങളെ രക്ഷിച്ചത്. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത്, ഞാൻ ഒരു ഓൾഡ് ഏജ് ഹോമിൽ വീക്കിലി ഒരു ദിവസം ഞാൻ അവിടുത്തെ ശുശ്രൂഷകളെല്ലാം ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ രോഗികൾക്കായിട്ടും വീട് പണിയാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന 1% ഞാൻ അവർക്ക് ഷെയർ ചെയ്യും. പിന്നെ പ്രേക്ഷിത വേലയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പത്രം ഞാൻ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റോപ്പിലും, പിന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഹോസ്റ്റലുകളിൽ ജർമ്മൻ പത്രം വിതരണം ചെയ്യുമായിരുന്നു. ഞാൻ ബോംബെയിൽ ഞാൻ എക്സാം എഴുതാൻ പോയപ്പോൾ ഞാൻ ഹിന്ദി പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി അവിടെ ഞാൻ വിതരണം ചെയ്തിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ദൈവപിതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. ഇനിയും ഞാൻ ജർമ്മനിയിൽ പോയാലും എനിക്ക് ഉടമ്പടിയിൽ തന്നെ നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനു